ഒരു ജീവിതം കൊണ്ട് അനേക ജീവിതങ്ങളുടെ പാഠം പഠിക്കുക എന്നത് ചെറിയ കാര്യമാണോ? ദൈവത്തിൻ്റെ ഈ പരീക്ഷണത്തിൽ ആരൊക്കെ നിന്ന് കൊടുക്കാതിരിക്കും? അതൊരു ചോദ്യമല്ലേ? എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് യഥാർത്ഥ ആൾ ദൈവമാണ്. അപ്പോൾ ദൈവം എങ്ങനെ ഇരിക്കും? അതാകും നിങ്ങളുടെ അടുത്ത ചോദ്യം. അത് ചോദിച്ച ആളിൻ്റെ രൂപത്തിലിരിക്കും. അതാണ് ശരിയായ ഉത്തരം. ഉദാഹരണം, ഒരു ദീപത്തിൽ നിന്നും അതുപോലത്തെ അനേകായിരം ദീപങ്ങൾ ഉണ്ടായാൽ ആദ്യത്തെ ദീപം ഏതെന്ന് കൊളുത്തിയ ആളിന് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. ഇവിടെയാണ് വിശ്വാസിയും അവിശ്വാസിയും ജനിക്കുന്ന ഇടം. ഇതല്ല, ഇന്നതാണ് എന്ന് പറഞ്ഞ് തിരുത്തി തരണമെങ്കിൽ അതിന് 3 കാലങ്ങളിലെ ജ്ഞാനം ഒന്നിച്ചനുഭവിച്ചറിഞ്ഞ ഒരു ജ്ഞാനിയിൽ നിന്ന് മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. അതേതൊക്കെയാണ്? ഭൂതം, ഭാവി, വർത്തമാനം. ഇവയാണ് കാലങ്ങൾ എന്ന് പറയുന്നത്. ഈ 3 കാലങ്ങളെ കണ്ട ഒരാളിന് മാത്രമേ നമ്മളെ നേർവഴി നടത്താനാകൂ.